ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് സമാപനമായി. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച 2 ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. 43 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങി. നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച മേള ഐക്യത്തിന്റെയും ഒരുമയുടെയും വേദിയായി മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം സംവിധായിക പായൽ കബാഡിയ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം പെഡ്രോ ഫ്രയർ സംവിധാനം ചെയ്ത ബ്രസീലിയൻ ചിത്രമായ മാലു സ്വന്തമാക്കി. മികച്ച മലയാള ചിത്രവും പോളിംഗിലൂടെ തെരഞ്ഞെടുത്ത മികച്ച പ്രേക്ഷക ചിത്രത്തിനുമുള്ള നെറ്റ്പാക് പുരസ്കാരവും മുഹമ്മദ് ഫാസിൽ സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ നേടി. സാങ്കേതിക മികവിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഈസ്റ്റ് ഓഫ് നൂൺ എന്ന ചിത്രത്തിനാണ്. മികച്ച നവാഗത സംവിധാനത്തിനുള്ള രജത ചകോരം ചിലിയൻ ചിത്രം ദ ഹൈപ്പർബോറിയൻസ് സംവിധാനം ചെയ്ത ക്രിസ്റ്റോബൽ ലിയോണിനും ജോക്കിൻ കോസിനും ലഭിച്ചു. സംസ്ഥാനത്ത് തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ജലവിഭവ, ഫിഷറീസ്, തുറമുഖ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർ അടങ്ങുന്നതായിരിക്കും സമിതി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ടൌൺഷിപ്പിനായി 2 എസ്റ്റേറ്റുകൾ കണ്ടെത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലെ 9 എസ്റ്റേറ്റുകളിൽ നിന്നാണ് 2 കണ്ടെത്തിയത്. ഒരുമിച്ച് പുനരധിവസിപ്പിക്കണമെന്ന ദുരന്തബാധിതരുടെ ആവശ്യം പരിഗണിച്ചാണ് ടൌൺഷിപ്പിനായി എസ്റ്റേറ്റുകൾ സർക്കാർ പരിഗണിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 30 വരെ നീളുന്ന വിപണന മേളയിൽ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങളും 10 മുതൽ 40% വിലക്കുറവിൽ ലഭിക്കും. പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായതായി ആശുപത്രി അധികൃതർ ഇന്ന് രാവിലെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചിരുന്നു. കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം മറ്റന്നാൾ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും. മഞ്ഞപ്പിത്ത വ്യാപനം സ്ഥിരീകരിച്ച കളമശ്ശേരിയിലെ 10, 12, 14 വാർഡുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച 13 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 30-ലധികം പേർക്ക് രോഗലക്ഷണമുണ്ട്. കട്ടപ്പന ഗ്രാമീണ സഹകരണ സംഘത്തിനു മുന്നിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി മന്ത്രി VN വാസവൻ. റിപ്പോർട്ട് ലഭിച്ച ശേഷം സംഭവത്തിൽ കൂടുതൽ പ്രതികരിക്കാമെന്നും മന്ത്രി അടിമാലിയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് 4 പുതിയ സിദ്ധമർമ്മ യൂണിറ്റുകളും രോഗനിവാരണത്തിനുള്ള 2 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിനായി ചെന്നൈ ആസ്ഥാനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധയുമായി ചേർന്ന് ജീവനക്കാർക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് MP പ്രിയങ്ക ഗാന്ധിക്കെതിരെ BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഹൈക്കോടതിയിൽ തിരഞ്ഞെടുപ്പ് ഹർജി നൽകി. തെറ്റായ ആസ്തി വിവരങ്ങൾ നൽകിയെന്നാണ് ഹർജിയിലെ ആരോപണം. സംസ്ഥാനത്തെ 60,000 കുടുംബങ്ങൾക്ക് കൂടി മുൻഗണനാ കാർഡുകൾ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കാസർഗോഡ് മുള്ളേരിയയിലെ മാവേലി സ്റ്റോറിനെ സപ്ലൈകോ സൂപ്പർമാർക്കറ്റായി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക്ദളിന്റെ നേതാവുമായ ഓം പ്രകാശ് ചൌട്ടാല അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഗുഡ്ഗാവിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. IHRയുടെ കീഴിൽ 2025-26 അധ്യയന വർഷത്തിൽ കണ്ണൂരിൽ പുതിയ ലോ കോളേജ് ആരംഭിക്കാൻ സർക്കാർ ഭരണാനുമതി നൽകി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് തളിപ്പറമ്പ് നാടുകാണിയിലാണ് സ്ഥാപിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കമ്മീഷനിൽ ഫയൽ ചെയ്തിരിക്കുന്ന എല്ലാ പരാതികളിലും തീരുമാനമെടുക്കുന്നതിനായി മുഖ്യ വിവരാവകാശ കമ്മീഷണർ, 2 വിവരാവകാശ കമ്മീഷണർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് രൂപീകരിച്ചു. ബെഞ്ച് സിറ്റിംഗിന് ശേഷമേ ഈ വിഷയത്തിന്മേൽ കമ്മീഷനിൽ നിലവിലുള്ളതും ഇനി വരാനുള്ളതുമായ അപേക്ഷകളിൽ തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് കമ്മീഷൻ അറിയിച്ചു. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയുടെ കമ്മീഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ നവീകരണ പദ്ധതികൾ ഉന്നത സംഘം വിലയിരുത്തി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ 13ാം വാർഷികാഘോഷം അടുത്ത മാസം 21-ന് കേരള ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ഉദ്ഘാടനം ചെയ്യും. എറണാകുളത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രി P രാജീവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.